ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1 മന്ത് മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലാഗായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ ഒരു പള്ളിപ്പെരുന്നാളൊക്കെ അടപ്പമുണ്ടായിരുന്നു. അപ്പം അതിൻ്റേതായ കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ പെട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാ വട്ടത്തെ പോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നില്ല, പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു നമുക്കിവിടെ പോകാമെന്നുള്ളത്. അങ്ങനെ എന്തായാലും ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ ലാസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടെന്ന് തോന്നി, കാരണം ഒരുപാട് കാറുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും ഈ ടൈമിലല്ല, കുറേ നേരം ആൾക്കാരൊക്കെ കാണും. ഇപ്പോഴെങ്ങും അവിടെ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഇല്ല. എനിക്കൊന്ന് 24 അവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും നേരവും അത് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇത് കണ്ടു, ഇത് കുറച്ചൊന്ന് ഫേമസ് ആണെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ ജാസ്മിൻ ജാഫറൊക്കെ ഇതിനകത്ത് കയറിയിട്ടുള്ള റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊരു വഴി കൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടത്, അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് നമ്മൾ പണ്ടൊക്കെ പറയത്തില്ല ആകാശ ഊഞ്ഞാലെന്നൊക്കെ, അങ്ങനെ ആ റൈഡുകളൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ പോയത്. ആ രാത്രി ആയപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഉത്സവപ്പറമ്പ് പോലെ തന്നെ തോന്നി, അതുകൊണക്ക് നല്ല തിരക്കും ആൾക്കാരും ബഹളവും ഒക്കെ ആയിട്ടായിരുന്നു. പിന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇങ്ങനെ ബലൂണും കുറേ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ കാണുമല്ലോ, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ പോകുമ്പം ഉള്ള പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ സിനിമയിലൊക്കെ വരത്തില്ലേ കൊച്ചു പിള്ളേരെയൊക്കെ കാണാതായി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെട്ടെന്ന് എൻ്റെ മനസ്സിലങ്ങനെ തോന്നി, ഈ ഒരു ആ ഒരു പ്ലേസൊക്കെ അങ്ങനെ തോന്നി. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതോട്ട് എൻട്രി ചെയ്തു. അപ്പോൾ പോകുമ്പോൾ തന്നെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ എനിക്ക് എന്തായാലും ഇടാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചൈനയിലും ദുബൈയിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സറൽ വാട്ടർഫോളാണ് കേട്ടോ. ഇതിൽ നല്ല നീളവും ഉയരവും ഒക്കെ കൂടിയൊരു വാട്ടർഫോൾ ആണെന്നാണ് പറയുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ നമ്മളിപ്പോൾ താഴെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ അവിടം വരെ വെള്ളം വരും, എന്നിട്ട് തിരിച്ചതിങ്ങനെ താഴേക്ക് പോയില്ല, തിരിച്ചത് എങ്ങനെയൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതേ എല്ലാവരും DJയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എന്നാൽ കുറച്ച് അകത്തോട്ട് കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറിയപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രമേ വെള്ളം വരുന്നുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവിടെ അത്രേ ഉള്ളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിയപ്പോൾ അവിടെയും 2 ഭാഗത്തായിട്ടും ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, ഒരു സൈഡിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ, അപ്പോൾ മറ്റേ സൈഡിൽ നിന്ന് വരുന്നില്ല, ഇനിയിപ്പം അത്രേ ഉള്ളായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ബ്രദേഴ്സൊക്കെ പറയുകയാണ് അത്രയല്ല ഇനിയുണ്ട്, അപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ ഓരോരുത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനും നോക്കിയപ്പോൾ ശരിയാണ്, കുറച്ചായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല ആ ഒരു ലൈറ്റും കാര്യങ്ങളും DJ ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മളും പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് പേർക്കൊക്കെ പേടി കാണുമല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടങ്ങ് നിൽക്കുവാണ്, എന്നെ ഇങ്ങനെ തള്ളി നിൽക്കുവാണ് പേടിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇതുപോലെ വാട്ടർഫോൾ ഇങ്ങനെ നല്ലപോലെ വരുന്നുണ്ട്, പക്ഷേ വന്നിട്ട് അത് ഒഴുകി അങ്ങ് പോകുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു അവിടെ നിൽക്കാൻ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ കുറേ പേര് DJ ഒക്കെ ഇട്ട് ഡാൻസും പാട്ടും കളിക്കുന്നു. അതിന് അങ്ങനെ ഏജോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും ഭയങ്കരമായിട്ട് വൈബായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സിസ്റ്ററിനൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ ഞങ്ങളിങ്ങനെ പോയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ലൈമും അതുപോലെ ചായയൊക്കെ കുടിച്ചു. പിന്നെ എനിക്ക് അന്നേരം ഒന്നും കുടിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാനൊന്നും കുടിച്ചില്ല. അപ്പോഴാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്, ഇത് കണ്ടോ ആ ജാസ്മിൻ ജാഫർക്കിൻ്റെ വീഡിയോസ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കാരണം ഞാനിങ്ങനെ ഒരു റീലിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വെച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ടാവും, പറയുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാം, നമുക്ക് വാട്ടർഫോൾ കാണാം, പിന്നെയും പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോകണമല്ലോ. അപ്പം നമ്മൾ പിന്നെ അകത്തേക്ക് കയറിയപ്പം ഒരുപാട് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ, പല കളറിലുള്ള ബേർഡ്സ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ തന്നെ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ, അങ്ങനെയുള്ള ബേർഡ്സിനെ കണ്ടു. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ അങ്ങോട്ടേക്ക് പറക്കുന്നുണ്ട്, പിന്നെ കുറേ പേര് കൂട്ടമായിട്ടൊക്കെ ഇങ്ങനെ പറന്നൊക്കെ പോകുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു ഫോറസ്റ്റിൽ പോയി എങ്ങനെ ഇരിക്കും അതേപോലെ തോന്നും നമുക്ക്. അങ്ങനെ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കളറും രസമുണ്ടായിരുന്നു. അതായത് ഗ്രീൻ ലീഫ് മാത്രമല്ല, അല്ലാത്ത വേറെ കളറിൽ, അതായത് ഗ്രീനിൻ്റെ തന്നെ പല വേർഷനിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിട്ട് തോന്നി, കാരണം വെറൈറ്റി ആണല്ലോ. പിന്നെ ഞാൻ നോക്കിയപ്പം 2 കിളികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ അവരെയും വെറുതെ വിട്ടില്ല, അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങ് എടുത്തു. അങ്ങനെ ഓവറോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇവിടെ ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ കിളിക്കൂടൊക്കെ ഉണ്ടല്ലോ, അതും അതുപോലെ കുറേ നമ്മുടെ
ലവ് ബേർഡ്സ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്കിങ്ങനെ കിളികളുടെ അധികം ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ ആ ഒരു മരത്തിൽ തന്നെ ഇങ്ങനെ നമ്മുടെ പാമ്പിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനാക്കോണ്ട ഇല്ലേ, അതാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കുമുള്ള പാമ്പിനെ കാണുന്നത്. പാമ്പിനെ കണ്ടപ്പം അവിടെ പാമ്പിന് എനിക്കൊന്ന് 100 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നമുക്കിങ്ങനെ എടുത്തിടാൻ പറ്റും. അപ്പോൾ എൻ്റെ അനിയനുണ്ട്, അവനെടുത്തിട്ട് കൊടുത്ത്. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഇവന് ഇത്ര പേടിയില്ലാതിരിക്കുന്ന, ഇത്ര ധൈര്യം ഉണ്ടോയെന്ന് നോക്കി. അവന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ബ്രദർ പോയി. എനിക്കാണെങ്കിൽ പാമ്പിന് നല്ല പേടിയായതുകൊണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ബ്രദറിന് കൊടുത്തു. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ, ഞങ്ങൾ രണ്ടുപേരും യൂട്യൂബേഴ്സാണല്ലോ, രണ്ടുപേരും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്രദറിന് പേടിയില്ലെങ്കിലും കാണുന്ന നമുക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പാമ്പ് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ നമുക്കങ്ങ് പേടിയായിപ്പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞ് എടുത്ത് കളയെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അങ്ങനെ നമുക്കങ്ങ് പേടിയായതുകൊണ്ട് വീഡിയോസൊക്കെ അപ്പോൾ തന്നെ ഓഫാക്കി. അതുകൊണ്ട് അധികം വീഡിയോസ് എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പഞ്ചവർണ്ണ തത്തയും അങ്ങനെയുള്ള കുറേ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയാണെങ്കിൽ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അടുത്തടുത്തോട്ട് പോകുമ്പോഴാണ് അവിടെയും കുറച്ച് ബേർഡ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ ഫ്ലവേഴ്സ്, അത് ഈ നമ്മുടെ തെർമോക്കോളും അങ്ങനെയുള്ള കുറേ ടൈപ്പ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ് കേട്ടോ. നല്ല വലിയ ഫ്ലവേഴ്സാണ്, സൺഫ്ലവറും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഈ കുറേ സെലിബ്രിറ്റീസിൻ്റെ കണ്ടിട്ടില്ല, ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് ക്യാമറയൊക്കെ വരുന്നത്, ആ ഒരു ടൈപ്പ് സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ പേരൊക്കെ തൊട്ടാണെന്ന് തോന്നുന്നു, കുറേയൊക്കെ ഒടിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈയും അങ്ങനെയൊക്കെ ഹണി ബീയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോൾ അത് കേൾക്കത്തില്ലല്ലോ. അപ്പം 2-3 പേര് ഇതൊക്കെ കണ്ട് വണ്ടറടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് എൻ്റെ അനിയനും അനിയത്തിയും അതുപോലെ തന്നെ കുഞ്ഞിയും എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ ആഹാ കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ കുറേ വണ്ടിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പച്ചക്കുതിരയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഏറെക്കുറെ എല്ലാവരെയും ഇവിടെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ പോയത് നമ്മുടെ മെർമെയ്ഡിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ മറ്റേ സ്കൂബ ഡൈവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടു. അപ്പോൾ അത് നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ കയ്യിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരിങ്ങനെ അടുത്തോട്ട് വിളിച്ചിട്ട് നമ്മൾ കൈ ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചപ്പോഴത്തേന് പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോരോ മാജിക്കൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമാണ് അടുത്ത് പോയി നിന്ന് കാണാനായിട്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ബബിൾസൊക്കെ വന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇത്രയും നേരം ഇങ്ങനെ വെള്ളത്തിൽ എങ്ങനെ കിടക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു 24 അവർ അവിടെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അപ്പം അത്രയും നേരവും ഇങ്ങനെ വെള്ളത്തിലൊക്കെ എല്ലാവരെയും കാണാൻ കിടക്കണ്ടേ. അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളോട് എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് ഇങ്ങനെ കോപ്പറേറ്റീവ് ആയിരുന്നു ആൾ. അപ്പോൾ എല്ലാവർക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിനകത്ത് ഇങ്ങനെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഫിഷ് ഉണ്ടല്ലോ, നമ്മുടെ കടലിലൊക്കെ കാണുന്ന ഉണക്കത്തെ, അങ്ങനത്തതും ഉണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ച് ആളൊറ്റയ്ക്ക് ഉള്ളായിരിക്കുന്നു, പിന്നെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളുടെ അടുത്തും കുറേ മാജിക്കൊക്കെ കാണിച്ചപ്പോൾ ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ആൾ തിരിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ നമുക്കതൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫിഷൊക്കെ ഉണ്ടല്ലോ, പലതരം ഫിഷ്, വൈറ്റ് കളറും ബ്ലൂ കളറും ഒക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തോട്ടൊക്കെ ഇങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തത് അവിടെ ആയിരുന്നു കേട്ടോ. കാരണം അവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ട്, ആ ഒരു വാട്ടർഫോൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നുന്നത് അവിടെ ആണല്ലോ. അങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അടുത്തടുത്തേക്ക് പോയത്. അടുത്തടുത്ത് പോയപ്പം അവിടെ നമ്മൾ മെർമെയ്ഡിനെ കണ്ടു. അപ്പോൾ ശരിക്കും ഒരു മത്സ്യകന്യക പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആളിങ്ങനെ വെള്ളത്തിലിങ്ങനെ പോയപ്പോൾ തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നീന്തിയൊക്കെ പോകുന്നതായിട്ട് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആൾ കുറേ നേരമായിട്ട് നീന്തി ക്ഷീണിച്ചപ്പോഴാണെന്ന് തോന്നുന്നു പിന്നെ കുറേ നേരം പോയിട്ട് അവിടെ കുറേ ടൈമായിട്ട് ഇങ്ങനെ അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഇതുവരെയായിട്ടും കാണാത്തതൊക്കെ ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തൊക്കെ തിരക്കായതുകൊണ്ട് നമ്മളിനി ടൈം കളയേണ്ടെന്ന് പറഞ്ഞാൽ അടുത്തടുത്തേക്ക് പോയി. അവിടെയും നമ്മളൊരു മെർമെയ്ഡിനെ കണ്ടു. അവിടെയും എന്തോ റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ 50-100 രൂപയും കണ്ട് കൊടുക്കണം അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷെല്ലിനകത്തൊക്കെ ഇരിക്കുന്ന കാണാനായിട്ട് രസമുണ്ട്, നല്ല പിങ്ക് കളറും ഓഷ്യൻ ബ്ലൂ കളറൊക്കെ ആയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തടുത്തേക്ക് പോവാണ്. അടുത്തടുത്ത് പോയത് നമ്മുടെ കപ്പലൊക്കെ ആയിരുന്നു, നമ്മുടെ ടൈറ്റാനിക് പോലെ തന്നെ. അങ്ങനെ പിന്നെ അതിലൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ കയറണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേയൂട്ടനെ അങ്ങോട്ട് കൊണ്ടിരുത്തിയപ്പോൾ ലേയൂട്ടന് പേടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചങ്ങ് ഇറക്കി. അപ്പം കുറേ നേരമൊക്കെ ലേയൂട്ടൻ അവിടെ ഇരുന്നു. പിന്നെ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ പോയപ്പോൾ നമ്മളിങ്ങ് ഇറക്കി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഊഞ്ഞാൽ പോലെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് ബട്ടർഫ്ലൈ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ലൈറ്റ് വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മീനിൻ്റെ ഷേപ്പിൽ വന്നിട്ട് അവിടെ നമുക്കിരുന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരു ഫോട്ടോ പോയിൻ്റ് പോലെയൊക്കെ പറയാം.
അങ്ങനെ നമ്മൾ കുറേ കണ്ടു. അപ്പോൾ അവിടെ കുറേ പേരൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും കുറച്ച് നേരം ഇരുന്ന് ആടി. അപ്പം എൻ്റെ കസിൻസ് വന്ന് പറയുകയാണ് ഞങ്ങൾ ആട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് ആടിയിട്ടൊക്കെയാണ് പിന്നെ പോയത്. അപ്പം രസമുണ്ടായിരുന്നു ആ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാരണം പല കളറാണല്ലോ, അത് ഒരു രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടെല്ലാം ഓരോ സ്റ്റോളുകളാണ്. ഇങ്ങനെ സ്റ്റോളുകൾ അങ്ങോട്ട് ഒരുപാടുണ്ട്. കുറച്ചൊന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കാറിൻ്റെയൊക്കെ കാർ വാഷ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഓരോരോ എക്യുപ്മെൻറ്റ്സും അതും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫർണിച്ചർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ സോഫ സെറ്റും അതേപോലെ അലമാരിയും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്തങ്ങ് പോകുമായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ മസാജറും അതുപോലെ കുത്താമ്പുള്ളി കൈത്തറികളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കുറേ കൈത്തറി ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് അതൊന്നും വാങ്ങിയില്ല. പിന്നെ ഇങ്ങനെ ബെഡ്ഷീറ്റ് 2 550 എന്നൊക്കെ പറഞ്ഞിട്ട് 4 എടുത്താൽ 999 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം ഇങ്ങനെ 20 റുപ്പീസ് 10 റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ള ഓഫറിൻ്റെ ഓരോ ഷോപ്പുകളൊക്കെ ആയിരുന്നു. അവിടെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നോവലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബുക്കൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന്, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ ഷോപ്പ് കണ്ടു, ഡ്രസ്സിൻ്റെയൊക്കെ ചുരിദാറും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയുള്ള ഷോപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ചപ്പലും ഷൂസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പാകിസ്ഥാനി മോഡലൊക്കെ, ആ ഒരു ടൈപ്പ് കുറേ ഷൂവും ചപ്പലും ഒക്കെ കണ്ടു. പിന്നെ നമ്മളിങ്ങനെ ഫാനുണ്ടല്ലോ, മിനി ഫാന്, അത് അങ്ങനെ കുറേ ഇലക്ട്രോണിക് സംഭവങ്ങളും പിന്നെ ലൈറ്റും ക്ലോക്കും അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊന്നും നമ്മൾ പോയില്ല. പിന്നെ ഹൽവ ഉണ്ടല്ലോ, നല്ല ഹൽവയൊക്കെ അവിടെ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ റെഡ് കളർ ഹൽവ, അതുപോലെ തന്നെ ഈ മുളകിൻ്റെ ഹൽവ, അങ്ങനെ പല പല ഫ്ലേവറിലുള്ള ഹൽവകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കീ ചെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇപ്പം അങ്ങനെ റെയറായിട്ട് കാണുന്നുള്ളൂ. അതുപോലെ പണ്ടത്തെ ടൈപ്പ് പെൻസിലും, നമ്മുടെ പെൻസിൽ എന്നൊക്കെ പറയത്തില്ല, അത് പേനകൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ പെൻസിലിൻ്റെ ടൈപ്പിലുള്ള ബോക്സുകളും പിന്നെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറേസറും അങ്ങനെ ഒരുപാട് ചീപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ഷോപ്പിലെത്തിയപ്പം അവിടെയും ഇതേപോലുള്ള കുറേ കുട്ടി കുട്ടി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു സോപ്പ് ഉണ്ടല്ലോ, പേപ്പർ സോപ്പ്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും ആ ഷോപ്പിൽ ഇതേപോലുള്ള ഒരുപാട് സ്പൈഡർമാൻ്റെയും സൂപ്പർമാൻ്റെയും ഒക്കെ ഒരുപാട് കീ ചെയിൻസ് ഒക്കെ കണ്ടു. പിന്നെ നമ്മുടെ പാലക്കാടൻ പപ്പടം ഉണ്ടായിരുന്നു. അത് പക്ഷേ എനിക്കങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല. പിന്നെ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ വാച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറേ വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചു കുട്ടികളുടെ ടൈപ്പ് വാച്ച് ഉണ്ടല്ലോ, അതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ സാരി സെക്ഷനൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഈ മൈക്ക് ഉണ്ടല്ലോ, മൈക്ക് നോക്കി. അപ്പോൾ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ ലുബുബു ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടോയ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാഗൊക്കെ ഉള്ള കടയുണ്ടായിരുന്നു, ബാഗിൻ്റെ മാത്രം സെക്ഷനുള്ള. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇയറിങ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഷോപ്പ് കണ്ടത്. അവിടെ നല്ല ഇപ്പം ഞാൻ കാണിച്ച വലിയ ഇയറിങ് ഇല്ലേ, അത് കാണാൻ രസമുണ്ടായിരുന്നു. അത് നല്ലൊരു വലിയ സ്റ്റാളാണ് കേട്ടോ. ആ സ്റ്റോളിനകത്ത് ഇഷ്ടം പോലെ ഇയറിങ്സിൻ്റെ കളക്ഷനാണ്. പിന്നെ നെക്ലേസ് അങ്ങനെയുള്ള ജ്വല്ലറി സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ തവികളൊക്കെ ഇല്ലേ, ഈ ചിരട്ടയുടെയൊക്കെ അങ്ങനെയുള്ളത്. പിന്നെ പില്ലോ കവറ്, കുഷ്യൻ കവറ്, അതുപോലെ ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടേബിൾ മാറ്റും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നത് പിന്നെ ഇങ്ങനെ വാച്ചിൻ്റെയൊക്കെ കടയായിരുന്നു. പിന്നെ അങ്ങ് നിറയെ സ്റ്റാളുകളാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അച്ചാറിൻ്റെ ഫാൻസിന് പറ്റിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. പല തരത്തിലുള്ള അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ അച്ചാർ വലുതായിട്ടൊന്നും ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സിസേഴ്സും ബ്രഷും അതുപോലെ പാത്രങ്ങൾ മാത്രമായിട്ടുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വീട്ടിലത്തേക്കിനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കൊച്ചുകുട്ടികളുടെയൊക്കെ ബലൂണൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ബലൂണ്, പിന്നെ നമ്മൾ ഈ 10 രൂപ 20 രൂപ അതിൻ്റെയൊക്കെ സ്റ്റോൾ കണ്ടു. പിന്നെ കുട്ടികളുടെ ഹെയർ ബാൻഡും ക്ലിപ്പുകളും അതുപോലെ തന്നെ വളയും മാലയും അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ടോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അതിനകത്ത് ചെറിയൊരു കോഴിക്കുഞ്ഞൊക്കെ വന്നിട്ട് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ടുള്ള. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ തന്നെ പണ്ടത്തെ ടൈപ്പ് ഓരോരോ സംഭവങ്ങൾ. പിന്നെ കുപ്പിവള, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പല പല വെറൈറ്റി കുപ്പിവളകളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കുള്ളതാണ് കേട്ടോ, എന്നെ കളിയാക്കിയതാണ്. ഞാൻ വീഡിയോസൊക്കെ എടുത്തപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞതാണ് വീഡിയോയ്ക്ക് 20 രൂപയും ഫോട്ടോയ്ക്ക് 10 രൂപയാണെന്ന്. പിന്നെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പണ്ടത്തെ കാലത്തുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു.
പണ്ടത്തെ കാലത്തുള്ള എല്ലാ വെറൈറ്റി മിഠായികളും ഉണ്ടായിരുന്നു. പിന്നെ ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 350 300 റുപ്പീസിനൊക്കെ മെൻസിൻ്റെയൊക്കെ ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ലഡുവിൻ്റെയൊക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മളിങ്ങനെയുള്ള പാത്രങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇല്ലേ ബക്കറ്റും പാത്രങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ കപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ കോഫിയും ചായ കുടിക്കുന്ന കപ്പ്. പിന്നെ അങ്ങോട്ട് വന്നതെല്ലാം ഫുഡിൻ്റെ സ്റ്റോളായിരുന്നു കേട്ടോ. നമ്മുടെ ഈ പാനിപൂരി, പിന്നെ പാവ് ബജ്ജി, അതുപോലെ പൊറോട്ട, ഇതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റിങ്ങിൻ്റെയൊക്കെ ഓരോ ഗെയിമുകളുണ്ടല്ലോ, നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ റിങ്ങിട്ടിട്ട് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ഗെയിമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബലൂണിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തൊന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിന്നില്ല. അത് കഴിഞ്ഞപ്പം വേറൊരു നമ്മളിങ്ങനെ ഒരു കേവ് പോലൊരു സംഭവം, അതിനകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് 3D എഫക്റ്റിൽ ഓരോന്ന് കാണാൻ പറ്റും. അപ്പം ആ ഷോപ്പിലെ ചേട്ടൻ വന്ന് ചോദിച്ചു അതിൽ കയറുന്നുണ്ടോയെന്ന്. അപ്പം അത് വലിയ വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് അതെനിക്കെന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഇനി കൊച്ചുകുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആണല്ലോ, എന്നാലും ആ റൈഡിലൊക്കെ കയറ്റാനൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ റൈഡിലൊന്നും കയറ്റേണ്ടെന്നാൽ നമുക്ക് കുറച്ച് ടാസ്ക് കുറഞ്ഞ റൈഡിൽ കയറ്റാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ചൊന്ന് ബലൂൺ ഈ ഒരു ടൈപ്പില്ലേ ഇത് അതിനകത്ത് കയറ്റാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, സേഫ് ആണല്ലോ എന്ന് വെച്ച്. അത് ഈ മസാല പോപ്കോണും അങ്ങനെ കോട്ടൺ ക്യാൻഡിയൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും റൈഡിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കുട്ടിപ്പട്ടാളം ടീംസിനെ ഫുള്ളായിട്ട് ഈ റൈഡിലേക്കാൻ കയറ്റി. അപ്പം 2-3 പേര് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഐഫുവും മഹിയും ഹൈസിനും ഇവർ 3 പേരും കയറാനൊക്കെ ഓക്കെയാണ്. അവർ വലിയ കയറുന്നുമുണ്ട്, തിരിച്ചിറങ്ങുന്നുമുണ്ട്. പിന്നെ ഹെയ്സലിന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അങ്ങനെ വലുതായിട്ട് അതിനകത്തോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതുപോലെ നമ്മുടെ ലേയൂട്ടൻ, അവനാണെന്നുണ്ടെങ്കിൽ മണ്ടയ്ക്ക് വരെ എങ്ങനെ വലിഞ്ഞ് കയറി, അതുവരെ കുഴപ്പമില്ല. തിരിച്ചിറങ്ങാനായിട്ട് ഭയങ്കര പേടിയായിട്ട് പിന്നെ നമ്മുടെ ഐഫ് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ വരുവാണ്. കുറേ നേരം അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു ഇറങ്ങി വരാൻ പറ്റാഞ്ഞിട്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐഫും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ കുറേ നേരമൊക്കെ നമ്മൾ തള്ളി ഇറക്കിയിട്ടാണ് താഴെ വരെ കൊണ്ട് എത്തിച്ചപ്പോഴത്തേനും ആൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് നമ്മുടെ അടുത്ത് ഓടി വന്നിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് താഴേക്ക് വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചേച്ചിങ്ങ് വരുമെന്ന്. പിന്നെ നമ്മുടെ ഐഫ് ചേച്ചി വന്നിട്ട് പിടിച്ച് വലിച്ചൊക്കെ ഇങ്ങ് കൊണ്ടുവന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആളെ താഴെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് സമാധാനപ്പെടുത്തി നമ്മൾ കുഞ്ഞിനെ. അങ്ങനെയൊക്കെയാണ് ചേച്ചി കൊണ്ടുപോയത്. അപ്പോൾ റൈഡിലൊക്കെ കുറേ നേരം അവർ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മളെന്നാൽ പോകാമെന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ അവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ അവർക്ക് കയറണമെന്നൊക്കെ വാശി പിടിച്ചു. പക്ഷേ ഇതൊന്നും അത്ര സേഫല്ല. നമുക്കൊരു ഒറ്റയ്ക്ക് അങ്ങോട്ട് ആ റൈഡിലോട്ട് കയറ്റാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ളതിലൊന്നും കയറ്റിയില്ല. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇങ്ങനെ ബാഗും ചെരുപ്പുകളൊക്കെ 150 രൂപ 100 രൂപ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഒട്ടകത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടകം ഇങ്ങനെ ഇന്ന് വാതുറക്കുന്നതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ടൈം ഒരുപാടായി, നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു കുറ്റിയിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കയറി. അപ്പോൾ ഏറെക്കുറെ എല്ലായിടത്തും ഫുഡൊക്കെ ആ ഒരു ടൈമിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. അങ്ങനെ അവിടെ കയറിയപ്പോൾ അവിടെയും മെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡെന്ന് പറഞ്ഞാൽ പൊറോട്ട മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ പൊറോട്ട എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വെച്ചു. പിന്നെ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങി. പിന്നെ ആ ടൈമിൽ തന്നെ ആ ഒരു ഫെസ്റ്റിന് വന്നിട്ടുള്ള കുറച്ച് പേരൊക്കെ അവിടെ ഫുഡ് കഴിക്കാൻ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പം ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഒരു ക്ഷീണത്തിൽ നമുക്കൊരു ലൈം കൂടെ കുടിക്കാമെന്ന് വെച്ചാൽ ലൈമും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈമൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.